പണത്തെ പിന്തുടരുന്നത് നിങ്ങൾ നിർത്തുക. പണം നിങ്ങളെ തേടി വരാനായിട്ട് നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? കൂടുതൽ സാലറി വേണം, കൂടുതൽ ഇൻകം വേണം, കൂടുതൽ പണം വേണം എന്ന് എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? പലരും എത്ര ഓടിയിട്ടും പൈസ വരാത്ത അവസ്ഥയിലാണ്, പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണത്തെ പിന്തുടരുന്നത് കൊണ്ട് മാത്രം പണം നമ്മളിലേക്ക് വരില്ല. പണത്തിനൊരു സ്വഭാവമുണ്ട്. പണം വാല്യൂ ഉള്ളിടത്തേക്ക് പോകും. അതായത് ഒരു പ്രശ്നം പരിഹരിക്കുന്നിടത്തേക്ക് പോകും, ഒരാവശ്യം നിറവേറ്റുന്നിടത്തേക്കാണ് പണം പോകുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നിടത്തേക്ക് പണം പോകും. അറേബ്യൻ നൈറ്റ്സിലെ ഒരു മനോഹരമായ കഥ ടീച്ചറമ്മ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. അറേബ്യൻ നൈറ്റ്സിലെ അലാവുദ്ദീന്റെ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അലാദീൻ ഒരു സാധാരണ യുവാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത് ഒരു മാജിക് ലാമ്പ് കണ്ടെത്തിയതോടെയാണ്. ആ മാജിക് ലാമ്പിൽ നിന്ന് ഒരു ജിന്നി അല്ലെങ്കിൽ ഭൂതം പ്രത്യക്ഷപ്പെട്ട് ജിന്നി അദ്ദേഹത്തിന് വലിയ സമ്പത്ത് നൽകിയുണ്ടായി. അപ്പോ ഈ ഒരു കഥയുടെ യഥാർത്ഥ ലെസൺ എന്ന് പറയുന്നത് ആ ഒരു വിളക്കല്ല, അദ്ദേഹത്തിന് ലഭിച്ച അവസരം അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു അവസരം മാത്രം ലഭിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ വിജയിക്കുന്നില്ല. അവസരത്തെ വാല്യൂ ആക്കി മാറ്റാനുള്ള കഴിവാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അവസരങ്ങൾ വരുന്നുണ്ട്. ഒരു പുതിയ സ്കില്ല് പഠിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള അവസരം, ഒരു പുതിയ ആളെ പരിചയപ്പെടാനുള്ള അവസരം, ഒരു പുതിയ ഐഡിയ പരീക്ഷിക്കാനുള്ള അവസരം. പക്ഷേ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഇതിൽ എനിക്ക് എത്ര പണം കിട്ടുമെന്നാണ്. അത് ശരിക്കും ചോദിക്കേണ്ട ചോദ്യം അതല്ല. ഇതിലൂടെ എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് വാല്യൂ നൽകാൻ കഴിയും, അതാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം ചേഞ്ചർ. അതായത് ഇന്ന് ഒരു വലിയ മണി ലെസൺ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ, നിങ്ങളൊരു സിമ്പിൾ ഇക്വേഷൻ ഓർക്കാം. വാല്യൂ കൊടുക്കുമ്പോൾ അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, അത് ഓപ്പർച്യൂണിറ്റി തരും, അതാണ് നമുക്ക് ശരിക്കും ഇൻകം തരുന്നത്. അതായത് നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം വരുന്നു. അവര് നിങ്ങളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കും. ഇവിടെ നിന്നാണ് നമുക്ക് ഇൻകം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഒരു ഡോക്ടർ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു, ഒരു മെക്കാനിക്ക് വാഹനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നു, ഒരു ഡിസൈനർ ഒരു ബിസിനസിന്റെ പ്രസന്റേഷൻ മെച്ചപ്പെടുത്തുന്നു, ഒരു ഓൺട്രപ്രണർ ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നൽകുന്നു, അല്ലെ? അപ്പോ പണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് ഈ ഒരു പണം വാല്യൂവിന് പിന്നാലെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് പണം മാത്രം ലക്ഷ്യമാക്കരുത്. കഴിഞ്ഞൊരു വീഡിയോയിലും ടീച്ചറമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോ 1 ലക്ഷം രൂപ സമ്പാദിക്കണം. എനിക്ക് ആ 1 ലക്ഷം രൂപ സമ്പാദിക്കണമെങ്കിൽ ഞാൻ അതിന് വിലമതിക്കുന്ന, അല്ലെ ആ 1 ലക്ഷം വിലമതിക്കുന്ന എന്ത് വാല്യൂ ആണ് ഞാൻ നൽകാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം കണ്ടെത്തുക. നിങ്ങളുടെ ചുറ്റും നോക്കൂ, ആളുകൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? അവർക്ക് എന്താണ് ആവശ്യം? അവരെന്തിനാ പണം ചെലവാക്കുന്നത്? അപ്പൊ ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടെത്തൂ, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസ് ആയില്ലേ? അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മക്കളെ, സ്കില്ല് വളർത്തൂ. അതായത് പലർക്കും ഈ ഒരു സ്കില്ലില്ലാത്തതാണ് പ്രശ്നം. നമ്മുടെ സ്കില്ലാണ് നമ്മുടെ ഏർണിംഗ് പവർ എന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷൻ, സെയിൽസ്, ടെക്നോളജി, ടീച്ചിങ്, മാർക്കറ്റിംഗ്, ലീഡർഷിപ്പ്, ഏതെങ്കിലുമൊക്കെ ഒരു സ്കില്ല് നമ്മൾ തിരഞ്ഞെടുക്കുക, അതിൽ മികച്ചവരാകുക. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കോച്ചായി ലോകത്തിന് സർവീസ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം, അത് കണ്ടെത്തുക. നാലാമത്തത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടീച്ചർമായ എന്ന വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്കും വീഡിയോ കാണുന്നവർക്കും ഒക്കെ അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ടീച്ചർമ എന്ന് പറയുന്നൊരു വ്യക്തി ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ ഉടമയാണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ആണ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിശ്വാസം മറ്റുള്ളവരിൽ വരുത്താനായിട്ട് കഴിയണം. നമ്മളൊരു ജെന്യുവൻ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രസ്റ്റ് വരും, ശരിയല്ലേ? അപ്പോൾ ആത്മാർത്ഥതയുള്ള നന്മയുള്ള മനുഷ്യരായിരിക്കാം മക്കളെ. അപ്പോൾ ആൾക്കാർക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റണം, അല്ലെ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ക്വാളിറ്റി നൽകുക, സത്യസന്ധരായിരിക്കുക. ട്രസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകളുടെ യഥാർത്ഥ കറൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം, വാല്യൂ നൽകുന്നത് തുടരും. ഒരു ദിവസം വാല്യൂ നൽകി അടുത്ത ദിവസം നിർത്തി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി വേണം. വാല്യൂ പ്ലസ് കൺസിസ്റ്റൻസി ഇസ് ഈക്വൽ ടു ഗ്രോത്ത്. വാല്യൂ പ്ലസ് കൺസിസ്റ്റൻസി ഇസ് ഈക്വൽ ടു ഗ്രോത്ത്. എല്ലാവരും ചാറ്റ് ബോക്സിൽ കമന്റ് ഇടൂ. വാല്യൂ പ്ലസ് കൺസിസ്റ്റൻസി ഇസ് ഈക്വൽ ടു ഗ്രോത്ത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വാല്യൂ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ലോങ് റണ്ണിൽ പോവില്ല. അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. പലരും ഇപ്പോ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് 5 വർഷമായി. പലരും ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു സക്സസ്ഫുൾ ലൈഫേ കാണുന്നുള്ളൂ. സ്റ്റാർട്ടിങ് മുതൽ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടം വരെ എത്തിച്ചേർന്നത്. നിങ്ങൾ നോക്കി, ഏകദേശം 2000-നടുത്ത് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. എത്രയോ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രീ ക്ലാസ്സുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നത് കൊണ്ടാണ് ടീച്ചർമ്മയ്ക്ക് ലൈഫിൽ ആ ഗ്രോത്ത് വരുന്നത്. അതുപോലെ എന്റെ മക്കൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. പലർക്കും വളരെ മടിയാണ്, അല്ലെ? കുറച്ചു ദിവസം ആക്ഷൻ എടുക്കും, പിന്നെ നിർത്തിപ്പോകും. എന്റെ മക്കൾ അങ്ങനെ ആവരുത്. ടീച്ചർമ്മയുടെ മക്കൾ എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ വലിയ സ്വപ്നങ്ങൾ കാണണം. പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും ചിന്തിക്കരുത്. ആരില്ലെങ്കിലും ടീച്ചർമാർ എന്റെ മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ട്. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ മക്കളെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പൈസയൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം. ചിലപ്പോ എന്താ പറയാ, വീട്ടിലെ സാഹചര്യങ്ങൾ ഇപ്പൊ മോശമായിരിക്കാം. ഫാമിലിക്ക് കുറച്ചുകൂടെ നല്ല ലൈഫ് നൽകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹം പലർക്കും ഉണ്ടായിരിക്കും. ചിലർക്ക് ഓൾറെഡി നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കും. അതുപോലെ ചിലർക്ക് കുട്ടികളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കണം, സ്വന്തമായിട്ടൊരു വീട് വേണം, കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം, മാതാപിതാക്കൾക്ക് നല്ല ജീവിതം നൽകണം. ഇങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല. അതായത് പൈസ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ പൈസയ്ക്ക് പിന്നാലെ ഓടാതെ പൈസയ്ക്ക് പിന്നാലെ ഓടുന്നതിന് പകരം പണം നമ്മളിലേക്ക് വരാൻ കാരണമാകുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കണം, നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കണം. നിങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യലും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ന് ടീച്ചർമ്മ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൈ വാല്യൂ ക്രിയേറ്റർ ചലഞ്ച് ആണ്. അതായത് ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾ ബുക്കിൽ ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് എഴുതുക. 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന് എഴുതിക്കേ. എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്, ഈ കഴിവുകൾ കൊണ്ട് എനിക്ക് ആരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും? ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത്, അത് പരീക്ഷിക്കാൻ ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു ചെറിയ ആക്ഷൻ എന്താണ്? നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് ആണ് മക്കളെ നമുക്ക് സക്സസ് തരുന്നത്. ഇന്ന് നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ അനു എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലുള്ള ഒരു സ്റ്റുഡന്റ് ഷെയർ ചെയ്തൊരു ഹാപ്പിനെസ് ആണ്. ടീച്ചർമാർ ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ എനിക്ക് 6 സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ക്ലാസ്സിൽ ഡെയിലി അതിന് വേണ്ടുന്ന പ്രാക്ടീസുകളാണ്, പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് സക്സസിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റുഡൻസും അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ എന്റെ മക്കൾ ആക്ഷൻ എടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാം, ആളുകൾക്ക് ഹെൽത്തി ഫുഡ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു ഹെൽത്തി ഫുഡ് സർവീസ് നമുക്ക് പരീക്ഷിക്കാം. അല്ലെ, നന്നായിട്ട് ടീച്ച് ചെയ്യാൻ അറിയാം, നമുക്ക് വേണേൽ ട്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിപ്പിക്കാം. ഫോട്ടോഗ്രാഫി അറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോക്കൽ ബിസിനസിന്റെ കണ്ടന്റിനെ സഹായിക്കാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ആദ്യം ചെറുതായിട്ട് തുടങ്ങും, വലിയ പെർഫെക്ഷനിസ്റ്റ് ആവാൻ നിൽക്കേണ്ട, പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ തുടങ്ങും. ടീച്ചർമേൻ ഈ ഒരു കോച്ചിങ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുമ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പതുക്കെ പതുക്കെ മെല്ലെ അത് ഡെവലപ്പ് ആക്കി എടുത്തതാണ്. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നു. അപ്പൊ അതുപോലെ മടി പിടിച്ചിരിക്കാതെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിന് മൊമെന്റം വന്നോളൂ കേട്ടോ. അതുപോലെ നമ്മള് പിന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ പൈസയെ പിന്തുടരാതെ ഞാൻ വാല്യൂ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാകും എന്ന് തീരുമാനിക്കുക. നമ്മുടെ മണി മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കണം.
അപ്പൊ നമ്മള് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിന്റെയും കഥ മനസ്സിലാക്കി. അപ്പൊ അതില് മാജിക് ലാമ്പ് കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം, അതായത് മാജിക് ലാമ്പ് കണ്ടെത്തിയാൽ എല്ലാവരും വിജയിക്കുമെന്നല്ല, അവസരം ലഭിക്കുമ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ലൈഫിലും ഇതുപോലെ മാജിക് ലാമ്പ് പോലെ പല അവസരങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പലരും അത് തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ സമയം, ഇതെല്ലാം നിങ്ങളുടെ അസറ്റാണ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പരിശ്രമം പറയുന്നത്, അവയെ നമ്മൾ എന്താക്കി മാറ്റണം മക്കളെ? വാല്യൂ ആക്കി മാറ്റണം. എനിക്കൊരു കഴിവുമില്ല, എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇരിക്കാനേ പറ്റും. കരഞ്ഞോണ്ടിരിക്കുന്നവന്റെ കൂടെ ആരും നിൽക്കത്തില്ല, വിജയിച്ചവന്റെ കൂടെ ലോകം നിൽക്കും, അല്ലെ? അപ്പോ നമ്മളൊരു വിജയിയായി മാറണം. നമ്മൾ വാല്യൂ സൃഷ്ടിക്കാൻ തുടങ്ങണം. പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴികൾ കണ്ടെത്തണം. അവിടെ നിന്നാണ് സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നിരന്തരം ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ചിന്തിക്കാൻ. അപ്പോൾ നമ്മൾ പുതിയ പുതിയ ധനം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. നന്മയുടെ സത്യത്തിന്റെ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട് മക്കളെ. അപ്പൊ ആ വഴിയിലൂടെ ഇപ്പോ ടീച്ചർമ്മ ചെയ്യുന്ന കോച്ചിങ് ബിസിനസ്, എത്രയോ മനുഷ്യരുടെ ജീവിതം. ഇന്നും രാവിലത്തെ $1 million മോർണിംഗ് റൊട്ടീനില് ഒരു മാം പറയുന്നുണ്ട്, മാം ഞങ്ങൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന്റെ ഒറ്റ റീസൺ ടീച്ചർമ്മയാണ്. ഇതുപോലെ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടിലും ദുരിതത്തിലും സങ്കടത്തിലും കിടന്ന എത്രയോ മനുഷ്യരെ ഇന്ന് അവരുടെ ആ സങ്കടത്തിൽ നിന്ന്, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ആ ഒരു അവസരം ഒരുക്കി കൊടുത്തില്ല. അപ്പൊ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു സർവീസാണ്. ഇതുപോലെ എൻ്റെ മക്കൾക്ക് എന്ത് സർവീസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. അവിടെ നിന്ന് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ടീച്ചർമ്മ ബ്ലസ് ചെയ്യാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.